എന്താ പറയുക, അങ്ങനൊരു ഇത് ചെയ്യാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറ്റം ചെയ്യാത്ത ഒരാളുടെ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു 10 പേര് ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ അതിലൊരു 4 പേര് ചിലപ്പോൾ വിശ്വസിക്കും. മനസ്സിലായോ? ഒന്നും പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് സോൾവ് ആയെന്നതൊന്നും അറിയില്ലായിരിക്കും. ഈ ഒരു ട്രോമയും ഇതൊക്കെ ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. ആക്ടർ നിവിൻ പോളിയുടെ ഒരു ലേറ്റസ്റ്റ് റീല് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. അതായത് പഴയ ആ ഒരു പ്രേമ മൂവി ഉണ്ടല്ലോ, അതേ സ്റ്റൈലിൽ പുള്ളിക്കാരൻ നിലമ്പൂർ ഒരു പരിപാടിയുടെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റീല് ഇറങ്ങിയതിന് പുറകെ തന്നെ കുറേ ആൾക്കാർ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നിവിൻ പോളിയുടെ പേരിൽ വ്യാജമായിട്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പരാതിയെ തുടർന്ന് നിവിൻ പോളിക്ക് ക്ലീൻ ചീറ്റ് പോലീസുകാർ കൊടുത്തതുമാണ്. പക്ഷേ ആ വ്യാജ പരാതി കൊടുത്ത ആൾക്കാരുടെ പേരിൽ നിലവിൽ ഇതുവരെയും കേസെടുക്കുകയോ അവരെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നതൊന്നും ഞാൻ എങ്ങും കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, നിവിൻ പോളി എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കാത്തതായിട്ട് ആരുമില്ല. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും നിവിൻ പോളിയുടെ ഒരു കംബാക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും നിവിൻ പോളിയുടെ ഈ ഒരു ലേറ്റസ്റ്റ് റീല് വന്നതിന് ശേഷം കുറച്ച് ആൾക്കാർ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സിനിമാ നടനായിട്ടുള്ള സിജു വിൽസൺ ഇതിനെപ്പറ്റി പറയുന്ന കുറച്ച് കാര്യം നമുക്ക് കേട്ടു നോക്കാം. പെർഫോമൻസ് വെയിറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഉഗ്രൻ പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു എന്റർടൈനിങ് പെർഫോമൻസ് കാണാൻ വേണ്ടി ഞാനും വെയിറ്റിംഗ് ആണ്. അപ്പോൾ അത് വൈകാതെ വരുന്നുള്ളതാണോ, അതിന്റെ പ്രിപ്പറേഷന്റെ ഒരു ഭാഗമായിട്ടായിരിക്കും ഇപ്പോൾ ഇനി ഒരുപാട് നല്ല സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിവിൻ ചേട്ടൻ ഞങ്ങൾക്ക് ഒരു ഹോപ്പ് തരുന്നൊരു കാര്യവും പറഞ്ഞിരുന്നു. അങ്ങനെ കേട്ടു പരിപാടികൾ ഒരുപാട് കമ്മിറ്റ്. പിന്നെ എനിക്ക് തോന്നുന്നു അവനൊരു ബ്രേക്ക് എടുത്തിട്ട് അങ്ങനത്തെ ഒരു പരിപാടിയിൽ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് നാളുകളായിട്ട് പുറത്തേക്ക് കാണാനില്ല. ഇഷ്യൂ നടന്നുകൊണ്ടാണോ? ഇഷ്യൂ അത് പക്ഷേ സോൾവ് ആയല്ലോ. അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നതെല്ലാം ക്ലിയർ ആയി, എല്ലാം സോൾവ് ആയല്ലോ. ഒരു ഫേക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എന്നൊക്കെ പറയാം. പക്ഷെ എന്താ പറയുക, ഞാൻ ആളെ വിളിച്ച സമയത്ത് അതൊരു എന്താ പറയുക, ഒരു ട്രോമുണ്ട്. എന്താ പറയുക, അങ്ങനൊരു ഇത് ചെയ്യാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറ്റം ചെയ്യാത്ത ഒരാളുടെ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു 10 പേര് ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ അതിലൊരു 4 പേര് ചിലപ്പോൾ വിശ്വസിക്കും. ഓക്കെ, ഇതിനകത്ത് സിജു വിളിച്ച പറഞ്ഞൊരു കാര്യം കേട്ടോ, ആ ഒരു ഡ്രോമ ഇപ്പോഴും ഉണ്ടെന്ന്. അതായത് ശരിയാണ്, 10 പേര് ആ ഒരു ന്യൂസ് കാണുമ്പോഴത്തേക്ക് 4 പേരെങ്കിലും വിശ്വസിച്ചിരിക്കും. കറക്റ്റ് അല്ലേ? അതായത് ഇത്തരത്തിലുള്ള തന്തയില്ലായ്മ എന്ന് തന്നെ ഞാൻ പറയും. കാണിക്കുന്നത് ഭയങ്കര മോശമാണ്. കാര്യം സമൂഹത്തിൽ അത്യാവശ്യം നല്ല പേരും കാര്യങ്ങളുമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തികളുടെ പേരിൽ വ്യാജ പരാതി കൊടുത്തിരിക്കുക. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നിങ്ങൾക്കറിയാം എത്ര കേസ് ജെനുവിനായിരുന്നു എന്നും എത്ര കേസ് കള്ളത്തരമാണോ എന്ന് നമ്മൾ വ്യക്തമാക്കിയതാണ്. കുറേ ആൾക്കാരുടെ വീഡിയോയിലൂടെ തന്നെ അത് വ്യക്തമായതാണ്. ആൾക്കാരുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. പക്ഷേ ഇവിടെ നിവിൻ പോളിക്ക് ഇങ്ങനെ ഒരു കേസ് വന്ന സമയത്ത് നിവിൻ പോളി ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോഴേ മീഡിയസുകാരെ എല്ലാവരെയും വിളിച്ചു, ഇതിനെ പറ്റിയിട്ട് പ്രതികരിച്ചു. വളരെ നല്ല രീതിയിൽ ഈ ഒരു വിഷയം ഹാൻഡിൽ ചെയ്ത് അത് അവിടെ തീർത്ത്. പക്ഷെ നമുക്കുണ്ടാവുന്ന മെന്റലി എന്തുമാത്രം ബുദ്ധിമുട്ട് ഈ ഒരു വിഷയത്തിൽ ഉണ്ടാവുമെന്ന് ആലോചിക്കുക. കാരണം നിവിൻ പോളിയുടെ സ്ഥാനത്ത് നിന്ന് ആലോചിക്കുക, എത്രയും വലിയൊരു ആക്ടർ, ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ്, സമൂഹത്തിന്റെ മുന്നിൽ അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പേരിൽ പെണ്ണ് കേസ് വരുന്നത്. അതായത് ആ പെൺകുട്ടിയെ ഫ്ലാറ്റിൽ അടച്ചിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ ഒരു ന്യൂസ് വന്നത്. അത് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ട്, അത് മാത്രമല്ല പുള്ളിക്കാരന് മാനസികമായിട്ടുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റും ആ ഫാമിലി പരമായിട്ടും എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ട വരുമായിരിക്കും. നിങ്ങളതൊന്നൊന്ന് ആലോചിച്ച് നോക്ക്. കാര്യം ഭയങ്കര മോശമാണത്. കാര്യം ഈ ഒരു വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സംഭവം, ഈ ക്ലീൻ ചീറ്റ് കൊടുത്തതോടെ കൂടിയിട്ട് പിന്നെ പോലീസുകാർ ആരും ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത് ഞാൻ എങ്ങും കേട്ടില്ല. ശരിക്കും അവരുടെ പേരിലൊക്കെ കേസ് എടുക്കേണ്ടതല്ലേ? ഇവരെ അറസ്റ്റ് ചെയ്ത് ഇവരെ ജയിലിനകത്ത് ഇടേണ്ട കേസാണത്. വെറുതെ ഒരു വ്യാജ പരാതി കൊടുത്തിട്ട് ഒരാളെ സമൂഹത്തിൽ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരാളെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നത് ശരിയുള്ളൊരു പരിപാടിയല്ലത് എന്തായാലും. മനസ്സിലായോ? ഒന്നും പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് സോൾവ് ആയെന്നതൊന്നും അറിയില്ലായിരിക്കും. ഈ ഒരു ട്രോമയും ഇതൊക്കെ ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും നിവിനാണെന്നുണ്ടെങ്കിൽ, ആർക്കായാലും. അപ്പം ആ ഒരു കാര്യം കൂടി ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഫേസ് ചെയ്യുന്നതൊക്കെ ഇവർക്ക് പറയുന്നത് പരിപാടി ഓക്കെ. ഇപ്പം എന്താ പറയുക, അങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ ആണെന്നുള്ളത് മനസ്സിലായല്ലോ. എനിക്ക് തോന്നുന്നു ഈവൻ ഫേക്ക് അലിഗേഷൻ ആണെന്നുണ്ടെങ്കിലും കുറ്റം ചെയ്തിട്ടുള്ള ഒരാൾ പോകുന്ന അതേ വഴി കൂടി തന്നെയൊക്കെ ഇതിന് എക്സ്പ്ലനേഷൻസും ഇതൊക്കെ കൊടുത്ത് അങ്ങനെ ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും നമ്മൾ ഇതിനകത്ത് യാതൊരുവിധ ബന്ധമില്ലെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും. പോലീസുകാരത്ത് ചെല്ലണം, നമ്മുടെ മൊഴികൾ കൊടുക്കണം, ഇതേന്നും പറഞ്ഞ് നമ്മൾ നടക്കേണ്ടി വരും. പക്ഷേ ഇത് വ്യാജ പരാതിയാണെന്നുള്ളൊരു കാര്യം ചിലപ്പം എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. കാര്യം ആ ഒരു പരാതി വന്ന കാര്യം മാത്രമായിരിക്കും ആൾക്കാർ ഇപ്പോഴും എല്ലാവരും മനസ്സിൽ വെച്ചിരിക്കുന്നത്. മറ്റേലെ പെണ്ണ് കേസ് ആ ഒരു നടന്നല്ലേ എന്നുള്ളൊരു രീതിയിലായിരിക്കും വരുന്നത്. പക്ഷേ ഇതിന്റെ സത്യം എന്താണ് എന്ന് പകുതി ആൾക്കാർക്ക് മനസ്സിലാവാത്ത ഒരുപാട് ആൾക്കാർ മേ ബി ഇപ്പോഴും കേരളത്തിൽ കാണുമായിരിക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ശരിക്കും പോലീസുകാർ നടപടിയെടുക്കേണ്ടത്. കാര്യം വ്യാജമായിട്ട് കെട്ടിച്ചമച്ച ഒരു കഥ എത്ര കൂളായിട്ടാണ് പബ്ലിക്കിന്റെ മുന്നിൽ വന്ന ആൾക്കാരെ പറ്റിച്ചിട്ട് പോയത്.
അപ്പം ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് പിന്നെ മെയിൻ സ്ട്രീം ചാനൽസുകാർ എങ്ങും ചർച്ച ചെയ്യുന്ന കണ്ടില്ല. അന്ന് അവർ ഭയങ്കര കൊട്ടിഘോഷിച്ച് നടന്നതാണ്. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി വിഷയം വന്നപ്പം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എല്ലാ ന്യൂസ് ചാനൽസിലും ഒരാഴ്ച ഇത് തന്നെയായിരുന്നു വാർത്ത. നിവിൻ പോളിയുടെ കേസ് വന്നപ്പോൾ എന്തൊക്കെ ബഹളമായിരുന്നു. അതിനുശേഷം നിവിൻ പോളിയുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം എങ്ങും സംസാരിച്ചിട്ടില്ല. ഒരു ദിവസം കാണും പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഈ വ്യാജമായിട്ട് പരാതി കൊടുത്തവരെ എഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നത് ഞാൻ എങ്ങും കണ്ടില്ല. കാര്യം അതിനും കൂടി അവർ ബാധിച്ചതാണ്. അത് കാണിക്കുന്നത് ശരിയുള്ള ഒരു പരിപാടിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതൊക്കെയാണ് പറഞ്ഞത്. കുറേ ആൾക്കാരുടെ ഡബിൾ സ്റ്റാൻഡാണ്, മനസ്സിലായില്ലേ? ഇതാണ് ഇവിടെ സിജു വിൽസനും പറഞ്ഞത്. ഈ മെൻ്റൽ ട്രോമ ഉണ്ടല്ലോ, അത് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ളൊരു വിഷയത്തിൽ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് പിന്നെ ഒരു പടത്തിൽ പോലും മനസ്സമാനമായിട്ട് നിന്ന് ആക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മൾ മാനസികമായിട്ട് കംപ്ലീറ്റ്ലി തകർന്നു പോകും. അങ്ങനെയാണ് എനിക്കറിയാവുന്നത്. അതായത് നമ്മൾ അത് അല്ല അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു ഫോൾസ് അലിഗേഷൻ ആണെന്നുള്ളത് തെളിയിക്കുന്നവരെ നമ്മൾ ഈ പറയുന്ന എന്താ പറയുക, ഇവിടെ ഒരു ഇതുണ്ടല്ലോ, നിയമവ്യവസ്ഥ ഇതൊക്കെ ഉണ്ട്, അതിൻ്റെ രീതികളിൽ കൂടിയൊക്കെ പോകേണ്ടി വരും. ഒരുപാട് ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇവരുടെ സമയത്തിന് നമ്മൾ ചെല്ലേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സിജു വിൽസൺ പറഞ്ഞത്. എന്തായാലും പുള്ളിക്കാരൻ്റെ ആ ഒരു വാക്കിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റിയത് ഇപ്പോഴും ആ ഒരു കേസിൻ്റെ കാര്യത്തിൽ പുള്ളിക്കാരൻ നല്ല രീതിയിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് തന്നെ വ്യക്തമാക്കാൻ പറ്റും. പക്ഷേ അതോടുകൂടി തന്നെ നിവിൻ പോളിയുടെ പുതിയ കുറേ പടങ്ങൾ വരുന്നുണ്ട്. ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നല്ല കിടിലമായിട്ടുള്ള കംപാക്ക് ആയിരിക്കും പുള്ളിക്കാരൻ്റെ തിരിച്ചുവരവ്. എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട്, പ്രത്യേകിച്ച് നിവിൻ്റെ ലേറ്റസ്റ്റ് ലുക്കിനെ പറ്റിയിട്ട് വിനീത് ശ്രീനിവാസൻ പ്രതികരിക്കുന്ന കുറച്ച് കാര്യമുണ്ട്. അത് നമുക്കൊന്ന് കണ്ടുനോക്കാം. നിവിൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇപ്പോൾ ഫസ്റ്റ് മുതലേ വിനീതേട്ടൻ ആ ഒരു ബോണ്ട് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നിവിൻ്റെ പടങ്ങൾ ഒരിടയ്ക്ക് പടങ്ങളുടെ എണ്ണം കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം തീർച്ചയായിട്ടും. പിന്നെ വർഷങ്ങൾക്ക് ശേഷത്തിൽ വന്നൊരു ഹൈപ്പ്, ഗംഭീര ഒരു ഹൈപ്പ്. ആൻഡ് ഇപ്പോൾ നോക്കുമ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷനെ പറ്റി പല ആൾക്കാരും ചർച്ച ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു ഒരു 2-3 days ബാക്ക് നിവിൻ്റെ ഒരു വീഡിയോ ഒരു ഫംഗ്ഷന് പോയപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഒരു വിങ്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് കറക്റ്റായിട്ട് അത് പ്രേമത്തിലെ ജോർജിന്റെ ഇതായിട്ട് എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞാനത് എടുത്ത് ഷെയർ ചെയ്തു. അത് ഷെയർ ചെയ്തു. അതെ. ശംഭു അത് വേർഡ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇടയ്ക്ക് പടങ്ങൾ കുറഞ്ഞു, ആ സാധനമാണ് പല ആൾക്കാരും പറയാത്തത്. എന്തെങ്കിലും കുത്തി നോവിക്കാൻ വേണ്ടിയിട്ട് പറയും പല ആൾക്കാരും. യു കുഡ് ഹവ് ഈസിലി ഡൺ ദാറ്റ്. അത് നിങ്ങൾ ചെയ്തില്ല, നിങ്ങൾ അത് വേറെ രീതിയിൽ വേർഡ് ചെയ്തു. അത് റെസ്പെക്ട് ഫോർ യു. ഇവിടെ ഈ ആങ്കർ ശംഭു പറഞ്ഞൊരു രീതി ഉണ്ടല്ലോ, അതായത് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് പുള്ളി ആ ഒരു സംഭവം സംസാരിച്ചത്. കാര്യം നിവിൻ പോളിയുടെ ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ മിക്ക പടങ്ങളും പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആ പൊട്ടിയത് അടിസ്ഥാനത്തിൽ പുള്ളിയെ ഒരുപാട് ആൾക്കാർ ജഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ഭയങ്കര മോശമായിട്ട് നെഗറ്റീവ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഭയങ്കര രീതിയിൽ ഭീകരമായിട്ടുള്ള സൈബർ ബുള്ളിങ് ഒക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പുള്ളിയുടെ ശരീരത്തെ പറ്റിയിട്ട് തന്നെ. അപ്പോൾ ഈ പറയുന്ന ബോഡി ഷേമിങ് തന്നെ ഒരുപാട് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനൊക്കെ ശേഷം ഈ വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അതിനകത്ത് ആ ഒരു കുറച്ച് ഡയലോഗ് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നേ എന്നുള്ളൊരു സീൻ. അതിനുശേഷമായിരുന്നു പുള്ളി ഭയങ്കരമായിട്ട് പിന്നെയും കയറി വന്നത്. പിന്നാണ് ഈ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഈ അടുത്ത് നടന്നത്. ശരിയല്ലേ? പക്ഷെ പിന്നെ ഈ പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് ശേഷം വന്നു. അതും നിവിന്റെ ഡയലോഗ് ആയിരുന്നു അതിനകത്ത് കൂടുതൽ ആൾക്കാർ കൂടുതൽ പറഞ്ഞത്. വൺ ഹൈപ്പായിരുന്നു. പിന്നെ ഹി വർക്ക്ഡ് ഹാർഡ് ഫോർ ഹിംസെൽഫ് അല്ലേ. ഇപ്പോ ആളൊരു ഒരു ശ്രമത്തിലാണ്. ഒരു ബോഡി വൈസ് ഒക്കെ നമുക്ക് പഴയ പോലെ നിവിനെ കിട്ടും. പലരും അതിനകത്ത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് പ്രേമത്തിന്റെ തന്നെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയാണോ? അങ്ങനെ ഒരു ക്വസ്റ്റൻ ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ഏതെങ്കിലും ഒരു മൂവിയാണോ? പിന്നെ ചിലപ്പോൾ അറിയാമായിരിക്കും, പക്ഷെ റിവീൽ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. സംതിങ് റിലേറ്റഡ്. ഒരു 3-4 സിനിമകൾ നിവിൻ്റെ ഇങ്ങനെ പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് എനിക്ക് തോന്നുന്നു ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ഫിലിമായിരിക്കും. അതിൻ്റെ ഷൂട്ട് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനീത് ശ്രീനിവാസന്റെ ഒരു പടത്തിൽ നിവിൻ പോളി വരണമെന്നാണ്. അതും ഇവർ രണ്ടുപേരെയുള്ളൊരു കോമ്പോ ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. ഇവർ ഒരുമിച്ച് ചെയ്തേക്കുന്ന പ്രോജക്ട്സ് ഒന്നും പൊട്ടിയിട്ടില്ല, വൻ വിജയമായിട്ടേ ഉള്ളൂ. നല്ല ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള ആക്ടേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ യൂസ് ചെയ്യണമെന്നറിയാം. പ്രത്യേകിച്ച് ഈ പ്രണവ് മോഹൻലാലിൻ്റെ ഒരു കേസ് എടുക്കാം. പ്രണവ് മോഹൻലാലിനെ വെച്ചിട്ട് ഹൃദയം എത്ര അടിപൊളിയായിട്ടാണ് വിനീത് ശ്രീനിവാസ് എടുത്തതെന്ന് ആ പടം കാണുന്നവർക്കറിയാം. പടം നെഗറ്റീവ് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്, പക്ഷേ ബോധവിവരമുള്ളവർക്ക് പടം ഇഷ്ടപ്പെടുകയും ചെയ്യും. ഈ അടുത്ത് നിവിൻ പോളിയെ വെച്ചിട്ട് എടുത്ത കുറച്ച് പടങ്ങളുണ്ടായിരുന്നു, ഭയങ്കര ഫ്ലോപ്പായിരുന്നു ആ ഒരു മൂവീസെല്ലാം. അടുത്ത് വെച്ച് നോക്കണം നമ്മൾ. അപ്പം നമ്മൾ തന്നെ ആലോചിച്ചിട്ടുണ്ട് എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഇങ്ങനെയൊക്കെയുള്ള പടങ്ങളിലൊക്കെ പോയി അഭിനയിക്കുന്നതെന്ന്. അതിനും ഭയങ്കര, അതായത് നിവിൻ പോളി എന്ന് പറയുന്ന ഒരു ആക്ടറിൻ്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അതും കൂടി നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ചില പടത്തിലൊക്കെ ഇവർ പോയി അഭിനയിക്കുന്നത്. ആക്ഷൻ ഹീറോ ബിജു ഇപ്പം നമ്മളൊക്കെ വെയിറ്റ് ചെയ്യുന്നൊരു സിനിമയാണ്. ആ പടം എനിക്ക് ഭയങ്കരമായിട്ട് തിയേറ്ററിൽ വർക്കായ സിനിമ.
അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ എന്തായിരിക്കും ചെയ്യുക എന്നുള്ളത്, കാരണം ഷൈൻ ചേട്ടനാണെങ്കിലും അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫിലിമാണ്, നിവിനും അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫിലിമാണ്. പിന്നെ കുറച്ച് പുതിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെയും നിവിൻ്റെ ഫിലിംസ് വരാനുണ്ട്. ഹേറ്റേഴ്സും ഇല്ലാത്തൊരു വ്യക്തി തീർച്ചയായിട്ടും പറയാം അല്ലേ? എല്ലാവർക്കും ആഗ്രഹമുണ്ട് നിവിൻ ഒരു സിക്സർ അടിച്ച് നിവിനെ ആ ഫുൾ ഫോമിൽ കാണണം എന്നുള്ള ഒരു സാധനം ആൾക്കാർക്ക് പൊതുവേ ഉണ്ട്. എനിക്ക് തന്നെ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്, നിങ്ങൾ ഒരുമിച്ച് പടം ചെയ്യണം. നമുക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കാരണം ഞാനും നിവിനും ഒന്ന് ചെയ്ത ഒരു പടവും ഇതുവരെ പാളിയിട്ടില്ല. എന്തായാലും നിവിൻ പോളി എന്ന് പറയുന്ന ഒരു ആക്ടറിൻ്റെ വൻ തിരിച്ചുവരവാകട്ടെ. അത് മാത്രമല്ല, ഇതുപോലെയുള്ള വ്യാജ പരാതികൾ കൊടുക്കുന്ന ആൾക്കാർക്കെതിരെ ശക്തമായിട്ട് അവരുടെയൊക്കെ പേരിൽ കേസ് എടുക്കണം, അതിനെതിരെ ആക്ഷൻ എടുക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് നിവിൻ പോളി മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു ഫോളോ അപ്പോ കാര്യങ്ങളൊന്നും ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഒരു മെയിൻ സ്ട്രീം ചാനൽസിനകത്ത് പോലും ഈ ഒരു വിഷയം സംസാരിക്കുന്നത് പോലും നമ്മൾ കാണുന്നില്ല. ഈ പറയുന്ന കേസ് കൊടുത്തു എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുണ്ട്, പിന്നെ ഒരു ഭർത്താവുണ്ട്, ഒരു വായി നോക്കി കാര്യം അവനൊക്കെ വന്നിരുന്ന് എന്തെല്ലാം തോന്നിവാസമാണ് ഒരു ഫേസ്ബുക്കിൽ കൂടെ ലൈവ് ഇട്ട് വിളിച്ച് പറയുന്നത് നമ്മൾ കണ്ടതാണ്, നമ്മൾ അതിനെപ്പറ്റി റിയാക്ട് ചെയ്തതുമാണ്. അപ്പം ഇപ്പോഴും അവർക്കൊന്നും യാതൊരു കൂസലുമില്ലാതെയാണ് സമൂഹത്തിൻ്റെ മുന്നിൽ കൂടെ നടക്കുന്നത്. പക്ഷേ ഒരു വട്ടം ഒരു പെണ്ണ് കേസും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എന്തുമാത്രം മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുമെന്നും കൂടി നിങ്ങളെല്ലാവരും ആലോചിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.